ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ സുപ്രധാനമാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയമായ മുഹൂർത്തത്തിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കേരളം ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ലോകം പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് 2 രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. ഈ ചടങ്ങിലേക്ക് ഞങ്ങളിവിടുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ: കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ, കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, പിന്നീട് കേരളത്തിലെ പോർട്ട് മിനിസ്റ്റർ, കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ജി ആർ അനിൽ, മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ, പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, എം പിമാരായ ശശി തരൂർ, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, എ എ റഹീം, അഡ്വക്കേറ്റ് എൻ വിൻസെൻ്റ് MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി, ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരൺ അദാനി, ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതവർ നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ 6 പേര് അല്ലെങ്കിൽ 7 പേരിൽ കൂടുതൽ വേദിയിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല. സമയം 11 മണിക്ക് ആരംഭിച്ചാൽ 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം. അങ്ങനെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പേര് പരിശോധിച്ച് കൃത്യമായി തിരിച്ച് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ തരുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരുടെ പേരും ഇരിക്കേണ്ടവരുടെ പേരും പ്രത്യേകമായി തരും. അതനുസരിച്ച് അത് പരസ്യപ്പെടുത്തും.